ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജൂബ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ സീജൽ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സീജൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അറിയാത്തവർ നോക്കുക. സീജലിൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ടാണ്, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണാനായിട്ട് പറ്റും. എന്നാലും ഞാൻ അതിൻ്റെ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, സീജലിൻ്റെ ഡേറ്റും കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് പറ്റും. 9-ാം തീയതിയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഔട്ടായത്. ഇന്ന് ഡേറ്റ് 13 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/7/2025. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് വരുന്ന പല ആൾക്കാരും സീജൽ എഴുതണം എന്നുള്ള രീതിയിലായിരിക്കും ഈ വീഡിയോ കാണാനായിട്ട് വരുന്നത്. അവരുടെ അടുത്ത് പറയാനുള്ള മെയിൻ കാര്യം, നിങ്ങൾ 4/7 വരെ ഒന്നും കാത്തു നിൽക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തോളാം, അപ്ലൈ ചെയ്തോളാം. ഓക്കെ, അപ്പോൾ 4/7 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇനി പഠിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇന്നിപ്പോൾ തീയതി നോക്കുമ്പോൾ 13-ാം തീയതിയാണ്. ഇനി നിങ്ങൾക്ക് സീജലിൻ്റെ പരീക്ഷ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് പറഞ്ഞേക്കുന്നത് എന്താണ്? 13 ഓഗസ്റ്റ് മുതൽ 30 ഓഗസ്റ്റ് വരെയാണ് എന്ത് പറഞ്ഞേക്കുന്നവർ ടെൻറ്റേറ്റീവ് ഡേറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന ടൈം എത്രയാണ്? ഇപ്പോൾ ഇന്നിപ്പോൾ 13 അപ്പോൾ ഈ മാസം ഇനി 17 ദിവസം, അതുപോലെ തന്നെ അടുത്ത മാസം 31, ഓഗസ്റ്റ് മാസത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു 12 ദിവസം. ഓക്കെ അല്ലേ? മൊത്തം എത്ര ദിവസം? 60 ദിവസം. കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം എത്ര ദിവസം? 60 ദിവസമാണ് സ്റ്റാർട്ട് ആവുന്നത്. പരീക്ഷ 13-ാം തീയതി ഒരാൾക്ക് പരീക്ഷ ഉണ്ടെങ്കിൽ അയാൾക്ക് അവൈലബിൾ ആവുന്ന ഡേയ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എത്ര ഡേയ്സ് ആണ്? 60 ഡേയ്സ്, അല്ലെങ്കിൽ 2 മാസം. പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ 2 മാസം നിങ്ങളുടെ മുമ്പിൽ ഇനിയുണ്ട്. അപ്പോൾ ഈ 2 മാസം കൊണ്ട് എന്നെ കൊണ്ട് പഠിക്കാനായിട്ട് പറ്റുമോ, എനിക്ക് അതില്ലെങ്കിൽ ഒരു നല്ല അറ്റംപ്റ്റ് അതിൽ കൊടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ള ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാർ, തുടങ്ങാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇൻ കേസ് തുടങ്ങി ഫസ്റ്റ് തുടക്കത്തിൽ ഒന്ന് മടിപ്പ് എന്ന് വെച്ചാൽ കുറച്ച് ടോപ്പിക്കൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം മടിപ്പ് വന്ന് ബാക്ക് വരെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരുമാണ് മെയിനായിട്ട് എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയാം. ഇനി പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു നല്ലൊരു അറ്റംപ്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. നല്ലൊരു സീജലിലേക്ക് നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. അതിനെ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇനി അങ്ങോട്ടേക്ക് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കുക, ഡേയ്സ് നോക്കുക. 60 ഡേയ്സ് ആണ്, 60 ഡേയ്സ് ആണ് നമ്മുടെ മുമ്പിൽ ഇനി ഉള്ളത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ സീജലിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ പഠിച്ചാലായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തിനെ പറ്റിയാണ് നമുക്ക് അടുത്ത നോക്കാനായിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് പഠിച്ചാലായിരിക്കും കിട്ടുക എന്നുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, പല ആൾക്കാർക്കും ഓക്കെ ഇത് SSC എന്നുള്ള ഫീൽഡിലോട്ട് പുതുതായിട്ട് വന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഡൗട്ടായിരിക്കും, എന്താണ് പഠിക്കേണ്ടത്, എന്താണ് എക്സാമിന് വരുന്നത് എന്നുള്ളതായിരിക്കും ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യമാണ് ഈ പറയുന്നത്. നമുക്ക് വരുന്ന സിലബസിൽ വരുന്ന 4 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് റീസണിങ്, മറ്റൊന്ന് ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ. ഓക്കെ അല്ലേ? ഞാനിത് എടുത്തിട്ടുള്ളത് ഒഫീഷ്യൽ സീജൽ നോട്ടിഫിക്കേഷനകത്തു നിന്നാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് ഇത് നോട്ടിഫിക്കേഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം. നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് ആ നോട്ടിഫിക്കേഷൻ്റെ PDF ഇട്ടിട്ടുണ്ട്. അല്ല നിങ്ങളുടെ കയ്യിൽ PDF ഉണ്ടെന്നുണ്ടെങ്കിൽ പേജ് നമ്പർ 18, ഓക്കെ അല്ലേ, ആ നോട്ടിഫിക്കേഷനകത്ത് പേജ് നമ്പർ 18 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ, നമ്മുടെ Tier 1 പ്രിലിംസിൻ്റെ എക്സാം പാറ്റേൺ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നതും പ്രിലിംസിലേക്ക് നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിനെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും, എല്ലാ ഭാഗത്തു നിന്ന് റീസണിങ് ആയിക്കോട്ടെ, ജനറൽ അവയർനെസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ആയിക്കോട്ടെ, എല്ലാ ഭാഗത്തു നിന്നും ഓരോ ഭാഗത്തു നിന്ന് എത്ര ക്വസ്റ്റ്യൻ വെച്ചാൽ 25, 25, 25. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടലി വരുന്ന എത്ര ക്വസ്റ്റ്യനാണ്? മൊത്തം വരുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് വരിക. ഓക്കെ, ഓരോ ക്വസ്റ്റ്യന് എത്ര മാർക്ക് വെച്ചാൽ 25 × 2 എത്ര? ഓരോ ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് 50 മാർക്കാണ് ഓരോ സെക്ഷനും നമുക്ക് വരുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ സെക്ഷൻ കട്ട് ഓഫ് ഇല്ല, സെക്ഷൻ ടൈമിംഗ് ഇല്ല, അത് നമുക്ക് ബെനിഫിറ്റ് ആണ്. ഓക്കെ, സെക്ഷൻ കട്ട് ഓഫ് സെക്ഷൻ ടൈമിംഗ് ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ 100 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓരോ ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് മൊത്തം എത്ര മാർക്ക് വരും? നമുക്ക് 200 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്സാം നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 200 മാർക്കിന്റെ എക്സാം ആണ് നിങ്ങൾ ഈ 13-ാം തീയതി മുതൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും മുന്നിൽ കാണാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞ് ഈ 200 മാർക്കിന്റെ എക്സാം ഈ ഒരു സെക്ഷൻ ബേസിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബാങ്കിന്റെ എക്സാംസ് ഒക്കെയാണ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് എക്സാമിനകത്താകുമ്പോൾ സെക്ഷൻ ടൈമിങ്, സെക്ഷൻ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ ഇവിടെ വരുമ്പോൾ സെക്ഷൻ ടൈമിങ്, സെക്ഷൻ കട്ട് ഓഫും ഇല്ല. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് മാത്സ് ആണ് ഞാൻ വീക്ക്, എനിക്ക് മാത്സ് ആണ് വീക്ക്, എന്നാൽ എൻ്റെ റീസണിങ്ങും GK അതുപോലെ തന്നെ
ഇംഗ്ലീഷ് അത്യാവശ്യം സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഈ 1 മണിക്കൂറിനെ നമുക്ക് നമ്മുടേതായ രീതിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒന്ന് ഡിവൈഡ് ചെയ്ത് എക്സാമിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പ്രോപ്പർ സിലബസ് എന്താണ്, അതും പല ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. പ്രോപ്പർ സിലബസ് എന്താണെന്നുള്ളത് അറിയത്തില്ല. പല ആൾക്കാർ ഇവിടെ നമുക്കിപ്പോൾ എൻക്വയറീസ് വരുമ്പോഴാണെങ്കിൽ പല ആൾക്കാരും ചോദിക്കുന്നത് സിലബസ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ടോ, സിലബസ് എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് പറ്റുമോ. അപ്പോൾ നിങ്ങൾ സിലബസ് അറിയാനായിട്ട് നിങ്ങൾ വേറെ ഒരിടത്തും പോവേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക, ഈ പറയുന്ന നോട്ടിഫിക്കേഷനകത്ത് തന്നെ പേജ് നമ്പർ 22 നോക്കുക. അതാണ് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വേറെ ഒരിടത്തും പോയി കറക്റ്റ് ആയിട്ട് കിട്ടാതെ എന്തെങ്കിലുമൊക്കെ മിസ്സായി പോണതിനേക്കാൾ ഉപരി കറക്റ്റ് ആ ഒഫീഷ്യലി ഉള്ള CGL നോട്ടിഫിക്കേഷൻ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് സിലബസ് എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ നോക്കേണ്ട പേജ് നമ്പർ 22 ആണ്. ഞാൻ ഇതിലെല്ലാം വായിച്ച് നിങ്ങൾക്ക് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് വായിച്ച് നോക്കാന്നുള്ളതേ ഉള്ളൂ. റീസണിങ്ങിനുള്ള ടോപ്പിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്, ജനറൽ അവയർനെസ്സിനുള്ള ടോപ്പിക്സ് ആണ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് മാത്സിനും ഇംഗ്ലീഷിനുള്ള ടോപ്പിക്സ് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ അവൈലബിൾ ആണ്. ഇതിൽ എനിക്ക് ഒന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഏതിനകത്താണ്, ഈ പറയുന്ന ജനറൽ അവയർനെസ്സിനകത്ത് എനിക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. കാരണം നമ്മുടെ എക്സാമിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ പുതുതായിട്ട് വരുന്ന ആളാണെങ്കിൽ അയാളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാത്സ് റീസണിങ് എന്ന് പറയുന്ന ഭാഗം ആദ്യമേ സ്ട്രോങ് ആക്കുക. കാരണം നിങ്ങളുടെ എക്സാം കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആൾ അത്യാവശ്യം ഒരു എബോ ആവറേജ് നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവറേജ് നിൽക്കുന്ന ആളാണെങ്കിലും അവന്റെ മാത്സ് റീസണിങ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ബിഗിനർ ആണ്, നിങ്ങൾ ഇതിലോട്ട് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മാത്സ് റീസണിങ് ആദ്യമേ തന്നെ സ്ട്രോങ് ആക്കാനായിട്ട് നോക്കുക. അത് സ്ട്രോങ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ ഒരു ബേസ് സ്കോർ എന്ന് പറയുന്ന സാധനം നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ റാങ്കിലേക്ക്, നമ്മുടെ റാങ്കിനെ നിർണ്ണയിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന GKയും അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പിന്നെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒന്ന് അത്യാവശ്യം നല്ല അറ്റംപ്റ്റ് എടുക്കാനായിട്ട് പറ്റും. പല ആൾക്കാരും വീണ് പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആണ്. അപ്പോൾ ജനറൽ അവയർനെസ് പറയുമ്പോൾ ജനറൽ അവയർനെസ്സിൽ അവർ ഇത്തവണത്തെ നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞേക്കുന്ന അനുസരിച്ച് അവർ ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്, ക്വസ്റ്റ്യൻ ഇൻ ദിസ് കമ്പോണന്റ് വിൽ ബി aimed at testing the candidate general awareness of the environment around him and its application to the society. Question will also be designed to test knowledge of current events and such matters of everyday observation and experience in their scientific aspects as may be expected of any educated person. ഓക്കെ അല്ലേ? അപ്പോൾ അവർ ഇത്രയും വരുന്ന ഒരു വലിയ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന കാര്യമാണ്. ഓക്കെ അല്ലേ? അത്യാവശ്യം നോളജ് ആയിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾ അവന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നോർമലി ഇപ്പം നടന്നു പോകുന്ന കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം, അതിനെപ്പറ്റി നല്ലൊരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യനും എന്ത് ചെയ്തിട്ടുള്ളത്, പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കറണ്ട് അഫേഴ്സിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. നേരത്തെ തന്നെ നമ്മൾ 25 GA ക്വസ്റ്റ്യനകത്ത് തന്നെ ഏകദേശം 13, 12 എന്നുള്ള രീതിയിൽ വരെ എന്ത് കാണാറുണ്ട്, കറണ്ട് അഫേഴ്സ് കാണാറുണ്ട്. നിങ്ങൾ ഈ ബാക്കി പറയുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഈ ഏരിയകളെല്ലാം കവർ ചെയ്താലും ഈ 13 പോയിട്ട് ബാക്കി 12 അവർക്ക് വെയിറ്റേജ് ഉള്ളൂ. എന്നാൽ കറണ്ട് അഫേഴ്സിന് വെയിറ്റേജ് എന്തുണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു കറണ്ട് അഫേഴ്സിന് നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്ത് കൊടുക്കുക, ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. നിങ്ങൾ ഏകദേശം കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഈ ടിൽ ദ ഡേറ്റ് വരെയുള്ള കറണ്ട് അഫേഴ്സ് നോക്കിയാലും എന്തില്ല, പ്രശ്നമില്ല. കഴിഞ്ഞ ഏപ്രിൽ മുതൽ എന്തായാലും നോക്കണം. അതിന്റെ ബാക്കിലോട്ടും ചോദിക്കാൻ നമുക്ക് ഭാഗ്യക്കേടാണെങ്കിൽ ചോദിക്കാം. ഓക്കെ, നോർമലി ഒരു വർഷത്തെ കറണ്ട് അഫേഴ്സ് ആണ് നോർമലി പറയാറ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ മുതലെങ്കിലും എന്ത് ചെയ്യണം, നോക്കി തുടങ്ങണം. കഴിഞ്ഞ ഏപ്രിൽ മുതലുള്ള കറണ്ട് അഫേഴ്സ്. ഓക്കെ, കറണ്ട് അഫേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ പറയുന്നത് അതാണ് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ടോപ്പിക്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ടോപ്പിക്സും അതും എല്ലാം നിങ്ങൾക്ക് ഈ PDF-നകത്ത് തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ PDF ഇല്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാമിന്റെ ചാനലിന്റെ ലിങ്ക് ഉണ്ട്, അതിനകത്ത് കയറി കഴിഞ്ഞാൽ PDF കിട്ടും. അല്ല നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട പേജ് എന്ന് പറയുന്നത് എക്സാം Tier 1 എക്സാം എങ്ങനെയാണെന്ന് അറിയാനായിട്ട് ഏതാണ് 18ാമത്തെ പേജും അതുപോലെ തന്നെ സിലബസ് എന്താണെന്ന് അറിയാനായിട്ട് എത്രാമത്തെ പേജുമാണ് 22ാമത്തെ പേജുമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ എക്സാം എഴുതും. എക്സാം എഴുതി കഴിയുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കി നിൽക്കുന്ന സാധനമാണ് നമ്മുടെ കട്ട് ഓഫ്
കട്ട് ഓഫ് എങ്ങനെയായിരിക്കും, ഓക്കെ, നമ്മുടെ കട്ട് ഓഫ് ഏത് രീതിയിലായിരിക്കും നമ്മുടെ കട്ട് ഓഫ് വരിക എന്നുള്ളതായിരിക്കും കൂടുതൽ ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഞാനിവിടെ എടുത്തേക്കെന്ന് പറഞ്ഞേക്കുന്ന CGLന്റെ തന്നെ കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ എന്താണ് കട്ട് ഓഫുകളാണ് പറഞ്ഞിട്ടുള്ളത്. കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ 2024 153.189, 2023 150, 2022 114, 2021 130, 2020 132. ഓക്കെ, അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അത്യാവശ്യം ബാക്കിയുള്ള വർഷങ്ങളെക്കാട്ടിൽ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം കട്ട് ഓഫ് കൂടുതലാണ്. അതിന്റെ തൊട്ട് മുന്നേ ഉള്ള 2023 അതിന്റെ അടുത്ത് തന്നെ എന്ത് വരുന്നുണ്ട്, കട്ട് ഓഫ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ എത്ര, 153 ജനറൽ കട്ട് ഓഫ് ആണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള EWS, OBC, SC, ST കട്ട് ഓഫുകളെല്ലാം താഴോട്ടേക്കുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമ്മൾ ജനറൽ കട്ട് ഓഫിന്റെ ബേസിൽ പറയുന്നു. ഓക്കെ, ആ ഒരു കട്ട് ഓഫിലേക്ക് എത്താനായിട്ട് നമ്മൾ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്താലാണ് കട്ട് ഓഫിലേക്ക് എത്തുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കട്ട് ഓഫ് നോക്കുമ്പോൾ 153, 150 കട്ട് ഓഫ് വന്നേക്കുന്നത്. അപ്പം ആ കട്ട് ഓഫിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ പഠിച്ചാലാണ് ഇനി ആ കട്ട് ഓഫിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇനി എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത്. നിങ്ങൾ മെയിൻലി ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റിസോഴ്സ് എവിടെ നിന്ന് നിങ്ങൾ പഠിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. ഓക്കെ, മൾട്ടിപ്പിൾ റിസോഴ്സിലോട്ട് പോകരുത്. നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു റിസോഴ്സ് ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ റിസോഴ്സ് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഒരു കാര്യം ഒരിക്കൽ ചെയ്തു, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മാത്സ് നോക്കുകയാണ്, മാത്സ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വയ്ക്കുക. ആ ബുക്ക് വാങ്ങിച്ച് ആ ബുക്ക് വർക്കൗട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക, വീണ്ടും അത് തന്നെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് മാത്സിൽ ഇപ്പോൾ സ്പീഡ് കൂടുകയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മോഡൽസ് ഒരുപാട് മനസ്സിലാക്കാനും പറ്റും. അല്ലാതെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ എന്ത് ചെയ്യാൻ പോകരുത്, തലയിടാനായിട്ട് പോകരുത്. അങ്ങനെ മൾട്ടിപ്പിൾ റിസോഴ്സ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഏരിയ എന്ത് ചെയ്യാൻ പോകുന്നില്ല, സ്ട്രോങ് ആവാനായിട്ട് പോകുന്നില്ല. അപ്പോൾ എന്താണ് ഒരു കാര്യം എന്ത് ചെയ്യണം, പഠിച്ച കാര്യം മൾട്ടിപ്പിൾ ആയിട്ട് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരുന്നാൽ ആ ഏരിയ സ്ട്രോങ് ആക്കാനും നല്ലൊരു അറ്റംപ്റ്റ്സും കൊടുക്കാനായിട്ടും പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ, നമ്മൾ ഈ കോട്ടൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പൊ ബ്രൂസ്ലിയുടെ ഒരു കോട്ടാണ് എന്താണ്, ഒരു 1000 പഞ്ച് അറിയാവുന്നവൻ അല്ലെങ്കിൽ 1000 രീതിയിൽ പഞ്ച് അറിയാന്നുള്ളവൻ എന്ത് ചെയ്യില്ല, പേടിക്കുന്നില്ല. ഒരു പഞ്ച് തന്നെ 1000 തവണ പ്രാക്ടീസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, പേടിക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ കോട്ട് പോലെ തന്നെ നമുക്ക് എന്താണോ റിസോഴ്സ്, ആ റിസോഴ്സിനെ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് ആക്കാനായിട്ട് പറ്റും. അതാണ് മെയിൻ കാര്യം എന്ന് പറയാൻ. അപ്പം ഏതിലാണെങ്കിലും മാത്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, GK ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ പഠിക്കാനായിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ളത് ആ കാര്യം പഠിച്ച് കംപ്ലീറ്റ് ആക്കുക, അത് തന്നെ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നു. ഓക്കെ, നിങ്ങൾ ആദ്യം ഇപ്പോൾ നിങ്ങൾ മാത്സ് പഠിച്ചു തുടങ്ങിയെന്ന് വെച്ചു. ഓക്കെ, നിങ്ങൾ മാത്സ് പഠിച്ചു തുടങ്ങി. മാത്സ് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും റെക്കോർഡ് ക്ലാസ് എടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് പോയി പഠിക്കുന്നുണ്ടാവും. ഏതെങ്കിലുമൊക്കെ രീതിയിലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മാത്സ് ആണ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പിക്സ് കംപ്ലീറ്റ് ആവും. ഓരോ ടോപ്പിക്സും കംപ്ലീറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് എടുക്കുക. ഓക്കെ, മോക്ക് എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ വൈസ് മോക്ക്. ഓക്കെ, നിങ്ങൾ ഏതൊരു ഇപ്പോൾ നിങ്ങൾക്ക് മോക്കുകളൊക്കെ എടുക്കാനായിട്ട് പല ആപ്പുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആ ആപ്പുകളിനകത്ത് നിന്ന് ചാപ്റ്റർ വൈസ് മോക്ക് മാക്സിമം എന്ത് ചെയ്യാനായിട്ട് നോക്കുക, എടുക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ചാപ്റ്റർ വൈസ് മോക്ക്. ഇപ്പം നിങ്ങൾ ഇന്നുകൊണ്ട് പഠിച്ചു തുടങ്ങിയാണ്, നിങ്ങൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്ത സിംപ്ലിഫിക്കേഷനും അതുപോലെ തന്നെ പെർസെൻറ്റേജിൻ്റെയും ക്ലാസ്, ഇപ്പോൾ റെക്കോർഡ് ക്ലാസ്സോ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ് നിങ്ങൾ കണ്ട് കംപ്ലീറ്റ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രണ്ടും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ടുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് പല ആപ്പുകളിനകത്തും പോയി കഴിഞ്ഞാൽ അതിനകത്ത് 2024 പെർസെൻറ്റേജിൽ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എല്ലാം, 2024 സിംപ്ലിഫിക്കേഷനിൽ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ 2023 പെർസെൻറ്റേജിലെ എല്ലാ ക്വസ്റ്റ്യനും, സിംപ്ലിഫിക്കേഷൻ എല്ലാ ക്വസ്റ്റ്യനും, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാനായിട്ട് പറ്റും, കവർ ചെയ്യാനായിട്ട് പറ്റും. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് എന്താണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ച് ആ കാര്യം മനസ്സിലാക്കി പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ചെയ്യേണ്ട കാര്യം ചാപ്റ്റർ വൈസ് മോക്ക് ആദ്യം ചെയ്യും. ഓക്കെ, ലിമിറ്റഡ് ടൈം ആയതുകൊണ്ടാണ് ഞാൻ വേറെ മെറ്റീരിയൽസിലോട്ട് പോകാത്തത്. ഓക്കെ, നിങ്ങൾ ഒരു ക്ലാസ്, ഏതൊരു ബേസിക് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ആ ക്ലാസ്സിനകത്ത് തന്നെ ഒരു ടോപ്പിക്ക് കഴിയുമ്പോൾ ഏകദേശം 75-ന് 100 ഇടയ്ക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യും, ആ ക്ലാസ്സിനകത്ത് ചെയ്യും. അത് മതി ബേസിക് നോളജ് ഉണ്ടാക്കാനായിട്ട്. ഇനി അതിന്റെ അപ്പുറത്തേക്ക് നോളജ് ഉണ്ടാക്കാനായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുവോ അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും, ബിൽഡാവും. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വേറെ ഏതെങ്കിലും ബുക്ക് നിങ്ങൾ വാങ്ങിച്ച് പഠിക്കുക എന്ന് ഞാൻ പറയാത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് അതിനുള്ള ടൈം നമ്മുടെ ഇല്ല. നമുക്ക് ഇനി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
ഏറ്റവും പെട്ടെന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഹാർഡ് വർക്ക് എന്തും കൂടെ ആയിരിക്കണം, സ്മാർട്ടും കൂടെ ആയിരിക്കണം. സ്മാർട്ടായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലാതെ എവിടെന്നെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ട് എന്ത് ചെയ്തില്ല ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക്സ് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, ചാപ്റ്റർ വൈസ് മോക്കുകൾ നല്ലോണം നോക്കുക. അപ്പോൾ ഒരുപാട് ചാപ്റ്റർ വൈസ് മോക്ക് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ ചാപ്റ്റർ വൈസ് മോക്ക് ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിച്ചത്, ക്വസ്റ്റ്യൻ മോഡൽ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഈ ചാപ്റ്റർ വൈസ് മോക്കിൽ നിന്ന് നിങ്ങൾ അടുത്ത കടക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് എന്താണ്, സെക്ഷണൽ മോക്കാണ്. ഓക്കെ, ചാപ്റ്റർ വൈസ് മോക്കിൽ നിന്ന് അടുത്ത കടക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ സെക്ഷണലാണ്, സെക്ഷണൽ മോക്ക്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പഠനം സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ 30 ദിവസം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കാര്യം ചെയ്താൽ മതി. ചാപ്റ്റർ വൈസ് മോക്കും സെക്ഷണൽ മോക്കും കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ ക്ലാസ് വീഡിയോ ക്ലാസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു ക്ലാസ് എന്ത് ചെയ്യാനായിട്ട് നോക്കുക, കണ്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുക. അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഉപകാരം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് മുതൽ നോക്കുകയാണെങ്കിൽ ഈ മാസത്തിൽ 17 ദിവസമുണ്ട്. ഈ 17 ദിവസം നിങ്ങൾ ടാർഗറ്റ് ഇടുക. ഇപ്പോൾ മാത്സിന്റെ അരിത്തമെറ്റിക് എന്ന് പറയുന്ന ഭാഗവും അതുപോലെ തന്നെ റീസണിങ് കംപ്ലീറ്റ്. ഓക്കെ, മാത്സിന്റെ അരിത്തമെറ്റിക്കും അതുപോലെ തന്നെ റീസണിങ് കംപ്ലീറ്റും വീഡിയോ ക്ലാസ് ആണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ട് കംപ്ലീറ്റ് ചെയ്ത് തീർക്കും ഈ പറയുന്ന 17 ദിവസത്തിനകത്ത്. അത് തീർത്ത് കഴിയുമ്പോൾ തന്നെ വലിയൊരു ഏരിയ ആണ് നിങ്ങൾ കവർ ആവുന്നത്. അരിത്തമെറ്റിക്കും അതുപോലെ തന്നെ ഈ പറയുന്ന അരിത്തമെറ്റിക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ മാത്സിന് തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അരിത്തമെറ്റിക് ടോപ്പിക്സ്, അഡ്വാൻസ് ടോപ്പിക്സ്. അഡ്വാൻസ് ടോപ്പിക്സ് നമ്മൾ മെയിൻലി 4 ടോപ്പിക്കാണ് പറയാറുള്ളത്. ഏതൊക്കെയാണ്, ജോമെട്രി, മെൻസുറേഷൻ, ഓൾജിബ്ര, ട്രിഗണോമെട്രി. ഓക്കെ, നമ്പർ സിസ്റ്റം ഒക്കെ വരും അഡ്വാൻസ് ആയിട്ട്. നമ്മൾ അരിത്തമെറ്റിക് ആയിട്ട് കൂട്ടിയാലും മതി. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസിന്റെ വെയിറ്റേജ് നോക്കുമ്പോൾ 1, 2 എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ വെയിറ്റേജ് വരാറുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഈ അഡ്വാൻസ് ടോപ്പിക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്ന് മുതൽ ഈ മാസം തീരുമ്പോൾ 17 ദിവസം, ആ 17 ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് വീഡിയോ ക്ലാസ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും റെക്കോർഡ് ക്ലാസ്സോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 17 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് പണിയുള്ള പരിപാടിയാണ്. ഓക്കെ, കുറച്ച് ടൈം ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ 17 ദിവസം കൊണ്ട് മാക്സിമം അരിത്തമെറ്റിക്കും അതുപോലെ തന്നെ റീസണിങ്, മാക്സിമം അരിത്തമെറ്റിക് അല്ല അരിത്തമെറ്റിക്കും കംപ്ലീറ്റ് ചെയ്യുക, റീസണിങ്ങും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഓടൊപ്പം തന്നെ സൈഡിൽ കൂടെ നിങ്ങൾ ഏതും കൂടെ കൊണ്ടുപോവുക, ഇംഗ്ലീഷും ജിക്കും കൊണ്ടുപോവുക. ഇംഗ്ലീഷും ജിക്കും എന്നും പഠിക്കും. ഓക്കെ, ഇംഗ്ലീഷിനകത്ത് പഠിക്കേണ്ട ഏത് ഏരിയ ആണ് നിങ്ങൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സെക്ഷണൽ മോക്ക് ചാപ്റ്റർ ഇപ്പോൾ ഈ 17 ദിവസം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും അരിത്തമെറ്റിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ റീസണിങ്ങും കഴിയുമ്പോൾ അരിത്തമെറ്റിക്കിന്റെ സെക്ഷൻ മോക്ക് എടുക്കാം, റീസണിങ്ങിന്റെ സെക്ഷൻ മോക്ക് എടുക്കാം. ഈ സെക്ഷൻ മോക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ സ്പീഡാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഈ പറയുന്ന ചാപ്റ്റർ വൈസ് മോക്കില്ല, ഞാൻ ആദ്യമേ ചാപ്റ്റർ വൈസ് മോക്ക് ചെയ്യാൻ പറഞ്ഞതിന്റെ കാര്യം ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ സ്പീഡിനെ പറ്റി ചിന്തിച്ചു തുടങ്ങും. മറ്റേ നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ബുക്ക് എടുത്ത് ചെയ്ത് കഴിഞ്ഞ് മോക്കിലോട്ട് വരുമ്പോൾ ബുക്ക് എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ പയ്യെ ഇരുന്ന് ബുക്കിൽ എഴുതി ചെയ്യും. മറ്റേതാകുമ്പോൾ നമുക്ക് 10 മിനിറ്റ് 10 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത്യാവശ്യം ആ ഒരു ക്വസ്റ്റ്യൻ സ്പീഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോഴേ ആ ഒരു സ്പീഡ് എന്നുള്ള കാര്യം എന്ത് ചെയ്യും, മൈൻഡിൽ വന്നു തുടങ്ങും. അപ്പോൾ അതാണ് പറഞ്ഞത് ചാപ്റ്റർ വൈസ് മോക്ക്, സെക്ഷൻ മോക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ മാസം കംപ്ലീറ്റ് ചെയ്യും, ഈ 17 ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറെക്കുറെ എന്ത് ചെയ്തു, ആ ഒരു അരിത്തമെറ്റിക് ടോപ്പിക്കും അതുപോലെ തന്നെ റീസണിങ് ടോപ്പിക്കും എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഇനി അത് ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ ക്ലാസ്സുകളാണ് കാണുന്നെങ്കിൽ ആ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന ചാപ്റ്റർ വൈസ് സെക്ഷൻ മോക്ക് നിങ്ങൾ കണ്ടിന്യൂസ് എടുത്തോണ്ടേ ഇരിക്കുക. അത് എടുത്തോണ്ടിരിക്കുമ്പം സ്പീഡ് ഇമ്പ്രൂവ് ആവാനും ക്വസ്റ്റ്യൻ പരിചയപ്പെടാനും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിട്ട് മാറും. ഇനി നിങ്ങൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്താണ്, അഡ്വാൻസ് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു 10 ദിവസം, 17 ദിവസം കഴിഞ്ഞിട്ട് അടുത്തൊരു 10 ദിവസം എന്ന് പറഞ്ഞാൽ 27 ദിവസം ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്വാൻസ് മാത്സിലെ അഡ്വാൻസ് ടോപ്പിക്കും കൂടെ എങ്ങനെയെങ്കിലും, അഡ്വാൻസ് ടോപ്പിക്ക് നല്ല വലുതാണെന്ന് അറിയാം. ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കും ഇത് എന്താണ് പറയുന്നത്, ഇങ്ങനെ കാണാനായിട്ട് പറ്റുമാതിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നതെന്ന് പറയുന്നത് ഇനി മുമ്പിൽ 60 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യം പഠിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിച്ചാലേ പറ്റത്തുള്ളൂ, അല്ലാതെ പഠിച്ചാൽ എന്ത് ചെയ്യത്തില്ല, തീരത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്തൊരു 10 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, അഡ്വാൻസ് എന്ന് പറയുന്ന മാത്സിന്റെ ഏരിയയും കൂടെ എന്ത് ചെയ്യാനായിട്ട് നോക്കുക, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ദിവസം ഏകദേശം 8 മുതൽ 10 മണിക്കൂർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പഠിക്കേണ്ടതായിട്ട് വരും. പക്ഷെ 60 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. 60 ദിവസം പഠിച്ചു കഴിഞ്ഞാൽ ഒരു 2 മാസം കഴിയുമ്പോൾ നല്ലൊരു ഫ്യൂച്ചർ എന്ന് പറയുന്ന സാധനം ബിൽഡ് ചെയ്യാലോ. അതും കൂടെ ഒന്ന് മൈൻഡിൽ വെച്ച് പഠിച്ചു തുടങ്ങും. അപ്പോൾ ഞാൻ പറഞ്ഞു 27ാമത്തെ ദിവസം ആകുമ്പോൾ അഡ്വാൻസും കംപ്ലീറ്റ് ആയി. ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കുകയാണ്, ഇംഗ്ലീഷിന്റെ കുറച്ച് കാര്യം കംപ്ലീറ്റ് ആയി. ഇനി ഇംഗ്ലീഷിലേക്ക് പോകുന്ന സമയത്ത് ഇംഗ്ലീഷിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇംഗ്ലീഷിൽ എപ്പോഴും സിനണിംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, സിനണിംസും അതുപോലെ തന്നെ ആന്റണിംസും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. വേർഡ് മീനിങ്ങും വേർഡിന്റെ ഓപ്പോസിറ്റ്.
അത് രണ്ടും ചോദിക്കാറുണ്ട്. ഇത് രണ്ടും നിങ്ങൾ പ്രീവിയസ് ഇയർ 2024-ലും 23-ലും 22-ലും ഓക്കെ 3 വർഷം എടുക്കുക. 24, 23, 22 ഈ 3 വർഷം ചോദിച്ച പ്രീവിയസ് ഇയർ സിനോണിം ആന്റണിം എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ആ കാര്യങ്ങൾ പഠിക്കുക. അതോടൊപ്പം തന്നെ അടുത്ത മെയിൻ ഒരു ഏരിയ എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് നോക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലേക്ക് നോക്കുമ്പോൾ ആദ്യം പറഞ്ഞു വേർഡ്സ്. ഓക്കെ, വേർഡ്സിന്റെ എന്താണ് സിനോണിമും അതുപോലെ തന്നെ ആന്റണിം. ഓക്കെ അല്ലേ, വേർഡ്സ്, സിനോണിം, ആന്റണിം. അടുത്ത നോക്കുവാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്, നമ്മുടെ വോയിസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, പിന്നെ സ്പീച്ച്, റിപ്പോർട്ടഡ് സ്പീച്ച്. അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ എറർ സ്പോട്ടിങ് അല്ലെങ്കിൽ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ. അതിന് വേണ്ടിയിട്ട് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ഓക്കെ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഈ കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ. ഇംഗ്ലീഷിൽ ഏറ്റവും മെയിനായിട്ട് ആദ്യം നോക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ട്. നിങ്ങൾ ഇംഗ്ലീഷിന്റെ ഏതൊരു എക്സാം എടുത്താലും ഇംഗ്ലീഷിന്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് അതിനകത്ത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും സിനോണിംസും ആന്റണിംസുമായിട്ട് ഏകദേശം ഒരു 4-5 ക്വസ്റ്റ്യൻ അത് കാണും. ഓക്കെ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സിനോണിം, ആന്റണിം ആയിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ. മൊത്തം നമുക്ക് 25 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ എന്തായി, വേർഡ്, സിനോണിം, ആന്റണിം ആയിട്ട് പോയി. പിന്നെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിന്റെ ഒരു 2 ക്വസ്റ്റ്യൻ കാണും. റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഒരു ക്വസ്റ്റ്യൻ കാണും. പിന്നെ ഈ പറഞ്ഞ സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, എറർ സ്പോട്ടിങ് അതുപോലെ ആയിട്ടൊരു 6-7 ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ അല്ലേ, അപ്പോൾ ഈ രീതിയിലാവുമ്പോൾ തന്നെ നമ്മുടെ ഇംഗ്ലീഷിന്റെ ഏകദേശം ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, കവർ ആവുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്തോളാം, ശ്രദ്ധിച്ചോളാം. ഇംഗ്ലീഷിനകത്ത് ആദ്യം പഠിക്കേണ്ട ടോപ്പിക്സ് ആണ് ഞാൻ ഇപ്പോൾ എഴുതിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ആദ്യത്തെ 17 ദിവസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാത്സും റീസണിങ്ങും സ്ട്രോങ് ആക്കാൻ വേണ്ടി മാത്സിന്റെ അരിത്തമെറ്റിക്കും അതുപോലെ തന്നെ റീസണിങ്ങും കംപ്ലീറ്റ് ചെയ്യുന്നു. അടുത്ത 10 ദിവസം 27 ദിവസം ആകുമ്പോൾ അഡ്വാൻസും കംപ്ലീറ്റ് ചെയ്യുന്നു. അതിന്റെ കൂടെ സൈഡിൽ കൂടെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് ഇംഗ്ലീഷിന്റെ ഈ പറയുന്ന ടോപ്പിക്സ് ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നോർമലി നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നോർമലി നിങ്ങൾ അല്ലാതെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിച്ചോ. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് ഞാൻ പറയുന്ന ഈ മോക്കുകൾ ചെയ്യുമ്പോൾ സെക്ഷൻ മോക്കിനകത്ത് ഇംഗ്ലീഷിന്റെ സെക്ഷൻ മോക്കും ചെയ്യണം, റീസണിങ്ങിന്റെ സെക്ഷൻ മോക്കും ചെയ്യണം, മാത്സിന്റെ സെക്ഷൻ മോക്കും ചെയ്യണം. ഓക്കെ, മോക്സിനാണ് ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മോക്സിനാണ്. ആ മോക്സ് ഒക്കെ ചെയ്താലേ നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകത്തുള്ളൂ, സ്പീഡും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷായി, മാത്സിന്റെ കാര്യം പറഞ്ഞു, റീസണിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഇനി നിങ്ങൾ GK പഠിക്കുമ്പോൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത്, GKയിൽ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നിൽക്കരുത്, ആ ഒരു ടോപ്പിക് ഇനി നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അത് കാണുക, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും പോയിന്റ് ഔട്ട് ചെയ്ത് അത് പഠിക്കാനായിട്ട് നോക്കുക. ഇനി അത് ഞാൻ ഈ പറയുന്ന ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതല്ല, അതിന് മുന്നേ നിങ്ങൾ നോക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണ്, കറണ്ട് അഫേഴ്സ് ആണ്. അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. കറണ്ട് അഫേഴ്സ് പഠിക്കുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിനുശേഷം മാത്രം ബാക്കിയുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ അല്ലേ, അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങളുടെ ആ ഒരു കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾ 27 ദിവസം കഴിഞ്ഞ് അടുത്തൊരു 3 ദിവസം കൂടെ ഞങ്ങൾക്ക് 30 ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. 30 ദിവസമാണ് ഞാൻ പറഞ്ഞത്. മൊത്തം വീഡിയോ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞത് 30 ദിവസം കൊണ്ടാണ്. ഓക്കെ, ഇനി കംപ്ലീറ്റ് ചെയ്ത് എന്തെങ്കിലും അവസാന ഭാഗങ്ങളൊക്കെ ബാക്കി കിടക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ 30 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നമുക്ക് ബാക്കി ഇനി നമ്മുടെ കയ്യിലുള്ള ഒരു 30 ദിവസം കൂടെയാണ്. ഓക്കെ, നിങ്ങൾ എന്ത് സ്റ്റഡി 30 ഡേയ്സ് നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഫുൾ മോക്ക് എന്ന് പറയുന്ന സാധനം ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ, അപ്പോൾ ഈ പറഞ്ഞ സെക്ഷണൽ മോക്കും ചാപ്റ്റർ വൈസ് മോക്കും കഴിഞ്ഞിട്ട് നിങ്ങൾ ഫുൾ മോക്കിലോട്ട് എത്തുമ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞ കാര്യവും ആക്യുറസി എന്ന് പറയുന്ന കാര്യത്തിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ധാരണ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ആദ്യമേ ഫുൾ മോക്ക് ചെയ്യാതെ സെക്ഷൻ മോക്കും ചാപ്റ്റർ വൈസ് മോക്കും ചെയ്തിട്ട് ഫുൾ മോക്കിലോട്ട് എത്തുമ്പോൾ ഈ പറഞ്ഞ കാര്യത്തിലൊരു ധാരണ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം. ഈ 30 ദിവസം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഫുൾ മോക്ക് ചെയ്തിട്ടുണ്ടാവണം. ഒരു ദിവസം ഒരു മോക്കെങ്കിലും. ഓക്കെ, ഒരു ദിവസം ഒരു മോക്ക് എന്നുള്ളത് വെച്ച് 30 മോക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക. ഏറ്റവും കുറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിന് മുന്നേ ചാപ്റ്റർ തീർത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആൾറെഡി എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, തുടങ്ങിയിട്ടുണ്ട്, ഒരു മാസത്തിന് മുന്നേ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈ 30 ഡേയ്സ് എന്ന് പറയുന്ന കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയി ഒരു 50 ഡേയ്സ് 50 ദിവസം നിങ്ങൾ ഡെയിലി ഓരോ ഫുൾ മോക്ക് വെച്ച് എടുത്തെന്ന് പറഞ്ഞും കുഴപ്പമില്ല. അതിന്റെ ബാക്കിലോട്ട്
നിങ്ങൾ ഇപ്പോഴേ ഇന്ന് മുതലേ ഫുൾ മോക്ക് എടുത്ത് നിങ്ങൾ അത്യാവശ്യം ടോപ്പിക്ക് കവറായി ഇന്ന് മുതലേ ഫുൾ മോക്ക് എടുത്തെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഒന്നും തുടങ്ങാതിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ജസ്റ്റ് ഇതിലോട്ട് കാലെടുത്ത് വെച്ച ആളുടെ ഒരു കാര്യമാണ് പറയുന്നത്. എന്ത് ചെയ്യുക, ആദ്യത്തെ 30 ദിവസം സെക്ഷൻ മോക്കും അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് മോക്കും ആയിട്ട് കണ്ടിന്യൂസ് ഒരു ദിവസം ഒരു സെക്ഷൻ മോക്കോ ഒരു ചാപ്റ്റർ വൈസ് മോക്കോ അല്ല ഞാൻ പറയുന്നത്. ഒന്നിൽ കൂടുതൽ ചാപ്റ്റർ വൈസ് മോക്കും ഒന്നിൽ കൂടുതൽ സെക്ഷൻ മോക്കും ഒരു ദിവസം എടുക്കണം. അതിനോടൊപ്പം തന്നെ വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതും കാണുക. അത് കഴിഞ്ഞ് ഇതിലേക്ക് വരുന്ന സമയത്ത് ലാസ്റ്റ് 30 ദിവസം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഫുൾ മോക്കും കൂടെ എടുത്തിട്ടുണ്ടാവണം. ഓക്കെ അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു അറ്റംപ്റ്റ് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇപ്പോൾ നമുക്കൊരു നല്ല അറ്റംപ്റ്റ് എങ്ങനെയായിരിക്കും, നമുക്ക് കറക്റ്റായിട്ട് എനിക്ക് സീജൽ ഉറപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സീജലിന്റെ കാര്യം ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം പറഞ്ഞ പോലെ തന്നെ 4 ഏരിയയാണ്: മാത്സ്, അതുപോലെ തന്നെ റീസണിങ്, ഇംഗ്ലീഷ്, പിന്നെ GA. ഈ 4 ഏരിയയിലും നിങ്ങൾ കൊടുക്കേണ്ട അറ്റംപ്റ്റ്സ്. ഇപ്പോൾ ഞാൻ മാത്സ് റീസണിങ് സ്ട്രോങ് ആക്കാൻ പറയേണ്ട കാര്യം, നമ്മുടെ കൂടെ നമുക്ക് എക്സാം എഴുതുന്ന മിക്ക ആൾക്കാർ ഇതിൽ 2 സ്ട്രോങ് ആയിരിക്കും. അവരുടെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 25 അറ്റംപ്റ്റ് ഉള്ള ആൾക്കാരും കാണും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക, ഒരു 24 അറ്റംപ്റ്റ് ആണ് നിങ്ങളുടെ ടാർഗറ്റ് വെക്കുക. നിങ്ങൾ ഫുൾ മോക്ക് അടിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മാത്സിന് എന്ത് ചെയ്യുക, 24 അറ്റംപ്റ്റ് നിങ്ങൾ ടാർഗറ്റ് വെക്കുക. 25 തന്നെ വെക്കുക, 24 എങ്കിലും എന്ത് ചെയ്യണം, കിട്ടിയേ പറ്റത്തുള്ളൂ മാത്സിനും റീസണിങ്ങിനും. ഇനി ഇംഗ്ലീഷ് വരുന്ന സമയത്ത് ഏകദേശം ഞാൻ ഒന്ന് ഇതാക്കി പറയുകയാണ്, എത്രയാണ്, 23 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൽ ചെയ്യണം. ഇനി GAയിൽ ബാക്കി GA എന്നാണ്. അപ്പോൾ ഇത് 3 കൂടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എത്ര ക്വസ്റ്റ്യനാണ്, ഇത് ഇത്രയും 3 കൂടെ നോക്കുമ്പോൾ തന്നെ 48ഉം 23ഉം കൂടെ ചേരുമ്പോൾ എത്ര, 71 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു ഇവിടെ നിന്ന് തന്നെയായി. ഈ 71 ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 142 മാർക്ക് എന്ത് ചെയ്യും ഇവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ? 71 ക്വസ്റ്റ്യന് ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ച് 142 മാർക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ കഴിഞ്ഞാണത്തെ കട്ട് ഓഫ് നോക്കിയാൽ 153. അപ്പോൾ 142 നിന്ന് നമ്മൾ 153 എത്തണമെങ്കിൽ ഇനി നമുക്ക് എത്ര വേണം, ഒരു 11 മാർക്ക് കൂടെ വേണം. അപ്പോൾ നേരത്തെ പറഞ്ഞു കറണ്ട് അഫയേഴ്സിന് ഏകദേശം 12 മുതൽ 13 12 മുതൽ 13 കറണ്ട് അഫയേഴ്സിന്റെ വെയിറ്റേജ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് 12 13 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ്, കറണ്ട് അഫയേഴ്സ് ഓക്കെയാണ്. നിങ്ങൾ ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി അതിനകത്ത് നിങ്ങൾക്ക് ഒരു 4-5 ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വെച്ചോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യനും കറണ്ട് അഫയേഴ്സിന് ഒരു 8 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ 8 + 5 ഓക്കെ 13 അറ്റംപ്റ്റ് ആണ് നിങ്ങളുടെ GAയിലെ നല്ല അറ്റംപ്റ്റ് എന്ന് വെക്കുക. 13 അറ്റംപ്റ്റ് ആണ് GAയിലെ നല്ല അറ്റംപ്റ്റ് എന്ന് വെക്കുക. നല്ല അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എത്ര, 13 × 2 എത്ര മാർക്ക് കിട്ടും, GAക്ക് എത്ര മാർക്ക് കിട്ടും, 26 മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ 142ഉം അതുപോലെ തന്നെ 26 എത്രയാണ്, 168 മാർക്ക് എന്താവും, നമ്മൾ കട്ട് ഓഫ് ക്രോസ് ചെയ്തു പോകും. ഓക്കെ അല്ലേ? ഇത് ഞാൻ പറയുന്ന നല്ലൊരു അറ്റംപ്റ്റ്. ഓക്കെ, നല്ല രീതിയിൽ പഠിച്ചു കൊടുക്കുന്ന ഒരു അറ്റംപ്റ്റ് ആണ് ഞാൻ ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കട്ട് ഓഫ് 153 ഉള്ളൂ. അപ്പോൾ ഇതിനകത്തൊക്കെ ചെറിയ ഡിഫറൻസ് വന്നാലും ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും നിങ്ങളുടെ മൈൻഡിലെ ടാർഗറ്റ് എന്ന് പറയുന്നത് 24, 23, 12, 13, ഇതിനകത്ത് 15 എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ട്, GKക്കകത്ത് കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയാലും മതി. ഇപ്പോൾ ഇത് 24 എന്ന് പറയുന്നത് 23 ആവുകയോ റീസണിങ് 22 ആവുകയോ ചെയ്തെന്ന് വയ്ക്കുക. എന്നാൽ ഈ 13 എന്ന് പറയുന്നത് 15 അല്ലെങ്കിൽ 17 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതും മതി എന്ത് ചെയ്യാനായിട്ട്, നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് മാത്രം പഠിക്കുക. ഓക്കെ, അല്ലാതെ ഒരിക്കലും പഠിക്കാനായിട്ട് നിൽക്കരുത്. ഇനിയുള്ള ടൈമിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് ബേസ് ചെയ്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. സെക്ഷണൽ മോക്ക്, ചാപ്റ്റർ വൈസ് മോക്ക്, അതുപോലെ തന്നെ ഫുൾ മോക്ക്, ഇതിന് 3 ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ വേറെ വെളിയിൽ നിന്ന് ബുക്കൊന്നും ചെയ്യാനായിട്ട് നിൽക്കരുത്. ഓക്കെ, ഇനി പഠിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി അങ്ങനെ നിങ്ങൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അത് പാതി വഴി നിന്ന് പോകത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ വൈസ് മോക്ക് എടുക്കുക, സെക്ഷൻ വൈസ് മോക്ക് എടുക്കുക, ഫുൾ മോക്ക് എടുക്കുക. ഓക്കെ, അത് അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം 2 മണിക്കൂർ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ CGL ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഓക്കെ, 60 ദിവസത്തിൽ ഒരിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഒരു ദിവസം ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 8 മുതൽ 10 മണിക്കൂർ കുറഞ്ഞതാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇനി 60 ദിവസം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് പഠിച്ചാൽ എന്താവും, അത് കൂടുതൽ നമുക്ക് കണ്ടന്റ് വരും. അപ്പോൾ കുറഞ്ഞത് 8 മുതൽ 10 മണിക്കൂർ പഠിച്ചാലേ ഈ ഒരു രീതിയിൽ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വീഡിയോ ക്ലാസ് ഉണ്ടെങ്കിൽ അതും കണ്ട്, അതോടൊപ്പം തന്നെ എന്തും കണ്ട് നമ്മുടെ സെക്ഷൻ മോക്കും ചെയ്ത്, ചാപ്റ്റർ വൈസ് മോക്കും ചെയ്ത്, ഫുൾ മോക്കൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെയും പറയാനുള്ള കാര്യം, നിങ്ങൾ ഫുൾ മോക്ക് ചെയ്യുന്ന സമയത്തും ഈ സെക്ഷൻ മോക്കും ചാപ്റ്റർ വൈസ് മോക്കും
ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ ചാപ്റ്റർ വൈസ് മോക്ക് എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചെയ്ത് തീർക്കുക. സെക്ഷൽ മോക്ക് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഫുൾ മോക്ക് എടുക്കുന്നതിനോടൊപ്പം തന്നെ സെക്ഷൽ മോക്ക് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം, ഏതൊരു മോക്ക് ചെയ്താലും അതിന് എന്ത് വയ്ക്കുക, അനാലിസിസ് വയ്ക്കുക. ആ മോക്ക് ചെയ്ത് അത് കഴിഞ്ഞ് തെറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി, എന്തുകൊണ്ട് തെറ്റി എന്നുള്ള കാര്യം മനസ്സിലാക്കി അത് എഴുതിയെടുത്ത് ആ ഒരു കാര്യം ഇനി തെറ്റരുത്. നിങ്ങളൊരു മോക്ക് ചെയ്തു, അതിനകത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തെറ്റി, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു, ഇനി ആ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആ ഒരു ക്വസ്റ്റ്യൻ മോഡൽ ഒന്ന് തെറ്റരുത്, അത് ഉറപ്പിക്കുക. അതാണ് ഈ ഒരു 60 ദിവസത്തിൽ മെയിനായിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ തെറ്റിയ കാര്യം പിന്നെ തെറ്റാൻ പാടില്ല. തെറ്റാതെ ഉറപ്പിച്ച് വെച്ച് എന്ത് ചെയ്യാനായിട്ട് നോക്കുക, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്ത് എക്സാമിനായിട്ട് കാത്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്ന്, നമ്മുടെ എജുബിയുടെ ഭാഗത്തു നിന്നാണ് ഒരു ഓൾ ദി ബെസ്റ്റ് തരുവാണ്. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.